അമാനും ഇന്ന് അങ്ങനെ കമ്പൈൻ സ്റ്റഡിക്ക് വേണ്ടി അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. അങ്ങനെ പോകുന്നെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഷെഫിയോട് പറഞ്ഞു, ഷെഫി ഞങ്ങളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഷെഫി വെച്ചു അബ്ദുള്ള നല്ല ഉറക്കമല്ലേ കേട്ടോ, കാരണം സ്കൂളിൽ നിന്ന് വന്ന അബ്ദുള്ള ഉറക്കമാണ്. ഞാൻ പറഞ്ഞാൽ അത് സാരമില്ലെന്ന് പറഞ്ഞ് ഞാൻ ഉറങ്ങി അബ്ദുള്ളയും പൊക്കിയെടുത്ത്, കാരണം ചെറിയൊരു പില്ലേ ഒരു പുതപ്പും ഉണ്ട് വണ്ടിയിൽ കേട്ടോ. അങ്ങനെ അബ്ദുള്ളയെ ബാക്കിൽ കിടത്തിയിട്ട് അങ്ങനെ ഞാനും പോയി ഷെഫിയുടെ കൂടെ. അങ്ങനെ അമാനുവിനെ ആദ്യം ഇറക്കി. അമാനു ചോറ് ലേറ്റായിട്ട് കഴിച്ചതുകൊണ്ട് ചായക്കടികളൊന്നും അവന് വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവന് ഫ്രണ്ടിൻ്റെ അടുത്ത് ഇറക്കിയിട്ട് ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഞാനൊരു ബൂസ്റ്റാണ് പറഞ്ഞത്, ഷെഫി ഒരു കോഫിയും കേട്ടോ. പിന്നെ എണ്ണക്കടികളായിട്ട് നമ്മൾ പറഞ്ഞത് കിളിക്കൂട്, അതുപോലെ കലത്തപ്പം, പഴംപൊരി, പിന്നെ ഉന്നക്കായ കേട്ടോ. ഇത് ഇത്രയായിരുന്നു, രണ്ട് വെച്ച് വാങ്ങി കേട്ടോ. അങ്ങനെ വണ്ടി വന്നിരുന്നത് അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോഴത്തേനും അബ്ദുള്ള എഴുന്നേറ്റ്. അങ്ങനെ അബ്ദുള്ളയ്ക്കായിരുന്നു പഴംപൊരി. അങ്ങനെ അബ്ദുള്ളയ്ക്ക് പഴംപൊരി കൊടുത്തു. അങ്ങനെ കിളിക്കൂടൊന്നും ഷെവിക്ക് വലിയ ഇഷ്ടമല്ല, കാരണം അതിനകത്ത് ഈ മുട്ട ഫില്ലിങ് ഉള്ള സാധനങ്ങളൊന്നും ഇഷ്ടമല്ല കേട്ടോ. എനിക്കതെല്ലാം വലിയ ഇഷ്ടമാണ്. മെയിനായിട്ട് പോയത് ഇലയപ്പത്തിനായിരുന്നു, പക്ഷേ അവിടെ ഇലയപ്പം ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ കിളിക്കൂടും കലത്തപ്പമൊക്കെ വാങ്ങി. കലത്തപ്പമൊന്നും എൻ്റെ നാട്ടിലോട്ടില്ല, മലബാർ ഭാഗത്തോട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. ഇവിടെ വന്ന് ഫ്രണ്ട്സൊക്കെ മലബാർ ഭാഗത്തോട്ടുള്ള ആയതുകൊണ്ട് ഇപ്പോൾ അങ്ങനെയുള്ള ഫുഡൊക്കെ എനിക്കും വലിയ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കലത്തപ്പമൊക്കെ വാങ്ങിച്ച് അങ്ങനെ നമ്മൾ ഒരു കുഞ്ഞ് ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞ് നേരെ ഇനി വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ടാറ്റാ.